ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്നൊരു സ്ലീവ് ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലെ എംബ്രോയ്ഡറി ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് സ്ലീവ് കറക്റ്റായിട്ട് കിട്ടില്ല. ഒരു സൈഡ് കയറിയും ഒരു സൈഡ് ഇറങ്ങിയിട്ടാണ് നമുക്ക് സ്ലീവിനുള്ള തുണി ബാലൻസ് ആയിട്ട് കിട്ടുക. അപ്പോൾ അതുപോലെയുള്ള തുണികളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഷോർട്ടായിട്ടുള്ള സ്ലീവൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ ഇത് മതിയാവും. പക്ഷേ നമ്മൾ കുറച്ച് 3/4 അല്ലെങ്കിൽ ഫുൾ സ്ലീവൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ തികയില്ല കേട്ടോ. അപ്പോൾ ക്രോസിൽ നമ്മൾക്ക് നടുഭാഗത്തായിട്ട് നമുക്ക് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ നമ്മൾ ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ ഡിസൈനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ ഒരു സ്ലീവ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിന്ന് ചെയ്യുന്നത് 3/4 സ്ലീവാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള മെറ്റീരിയലിൽ തുണി കുറച്ച് കുറവാണ് കേട്ടോ. സൈഡിലും നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ഇത് കറക്റ്റായിട്ട് താഴ്ഭാഗത്ത് കയറി ഇറങ്ങിയിരിക്കുന്ന പീസാണ്. അപ്പോൾ അത് കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു 6.5 ഇഞ്ചോളം അളവ് ഇറക്കം നമ്മൾക്ക് കുറവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീസാണ് നമ്മളിതിൽ ജോയിൻ ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ചെറിയൊരു ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഫോക്കസ് നമുക്ക് ആ ഡിസൈനിലേക്കായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തത് പെട്ടെന്ന് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാച്ചിങ് ആയിട്ട് എടുക്കുന്നത് പാൻറ്റിൻ്റെ ക്ലോത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പാൻറ്റ് ക്ലോത്തിൽ നിന്ന് ആദ്യം തന്നെ 2.5 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ പീസും അതുപോലെ ടോപ്പിൻ്റെ ക്ലോത്തിൽ നിന്ന് ഒരു 2 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ പീസും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പാൻറ്റിൻ്റെ ആ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. സെയിം അതേപോലെ തന്നെ 2 ഇഞ്ചിൻ്റെ പീസ് നമ്മളിതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മുകളിലേക്ക് വയ്ക്കുക. ഈ ഒരു ഡിസൈൻ താഴേക്ക് നോക്കി വരുന്ന പോലെയാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ ഒരു പീസ് വെച്ച് തയ്ക്കുമ്പോൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് വരുന്ന പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ഒരു 5 ഇഞ്ചിൻ്റെ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇറക്കത്തിന് വേണ്ടി ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ആ ഡിസൈൻ ഒന്ന് താഴ്ഭാഗത്തേക്ക് വരുന്ന പോലെ മറിച്ച് വെക്കുക. അതിനുശേഷം ഇതൊന്ന് പതിച്ചടിക്കണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ ജോയിൻ ചെയ്തത് പെട്ടെന്നൊന്നും നമ്മുടെ ശ്രദ്ധയിൽ പെടില്ല കേട്ടോ. അപ്പോൾ ആ ഡിസൈൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന പ്ലേസിലൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോക്കസ് മുഴുവനും ആ ഒരു ഡിസൈനിലേക്കാണ് പോവുക. പെട്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്തതൊന്നും അറിയുകയില്ല കേട്ടോ. അപ്പോൾ ഈ രീതി നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഇത് നമ്മളൊന്ന് പതിച്ചടിച്ചിട്ടുണ്ട്. സൈഡ് നല്ല ചേർത്ത് വെച്ച് സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ 2 സ്ലീവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പാൻറ്റിൻ്റെ പീസിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് വീതി വരുന്ന രീതിയിൽ കുറച്ച് സ്ട്രൈറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ഈ പീസൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഇതുപോലെ കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊരു റിബൺ പോലെ ഒരു 1/4 ഇഞ്ച് അളവിന് തെയ്യത്തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു റിബണിൻ്റെ രൂപത്തിൽ നമ്മൾ ഇതൊന്ന് തയ്ച്ചെടുക്കുകയാണ്.
നമ്മൾ തയ്ച്ചെടുത്ത ഈ ഒരു റിബൺ അതിൻ്റെ തെയ്യത്തുമ്പ് സെൻട്രലിലേക്ക് വരുന്നത് പോലെ ഇതുപോലെ ഒന്ന് പതിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കൈവച്ച് ഒന്ന് നന്നായിട്ട് പതിച്ചെടുത്താലും മതി. അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഞാൻ ആ ഒരു തെയ്യത്തുമ്പ് സെൻട്രലിൽ വരുന്ന പോലെ പതിച്ച് വെച്ചൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് സ്ലീവിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ലൈൻ കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല. ഒരു 1.5 ഇഞ്ച് ഇടവിട്ട് നമ്മളൊരു 3 ലൈൻ വെച്ച് 2 സൈഡും നമ്മൾ ക്രോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ആ ലൈനിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. തെയ്യത്തുമ്പ് അകത്ത് വരുന്ന പോലെ ഉള്ളിലേക്ക് വരുന്ന പോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഈ ഒരു പീസിൻ്റെ സൈഡിലൂടെ നമ്മൾ ഒന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ പീസ് അടുത്ത ലൈനിൻ്റെ മീതെ വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം വെച്ച് കൊടുത്ത പീസിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റായിട്ട് സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് പീസാണോ വയ്ക്കുന്നത് ആ ഒരു തുണിയുടെ കളറിലുള്ള ത്രെഡ് നൂല് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ 2 സൈഡിലും ക്രോസിൽ ഓരോ ലൈൻ വെച്ചിട്ട് നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പീസും കൂടെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരയിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക, വളയാതെ നമുക്കത് ഒന്നും വേറെ ഒരു ഭാഗത്തേക്ക് മാറിപ്പോവാതെ കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് ഈസി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇതുപോലെ സ്ട്രൈറ്റ് ലൈനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കുകയാണെങ്കിൽ തയ്ക്കാനും വളരെ ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെയുള്ള ഡിസൈനൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഈ ഒരു ഡിസൈൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഇവിടെ ഞാൻ 3 ലൈനായിട്ടാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 4 or 5 ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനാണെങ്കിൽ ഇവിടെ ഒരു 3 ലൈൻ വെച്ചിട്ടാണ് 1.5 ഇഞ്ച് ഇടവിട്ടിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തയ്ച്ച് വരുമ്പോൾ ഗ്യാപ്പായിട്ട് ഒരു 1/4 ഇഞ്ചിൻ്റെ ആ ഒരു ഡിഫറൻസ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ ഡിസൈനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന ആ പീസൊക്കെ നമ്മളൊന്ന് സൈഡിൽ നിന്ന് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഒരു 1/4 ഭാഗം ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇനിയൊരു എന്താ പറയുക, ഇനി കുറച്ചും കൂടെ നമുക്ക് ഇതിൽ ചെറിയ ഡിസൈൻ കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ 2 സ്ലീവും നമ്മൾ ഈ ഒരു രീതിക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ 5 ഇഞ്ചിൻ്റെ ഒരു പീസാണ് ജോയിൻ ചെയ്തത്. ഇനി ഒരു 1.5 ഇഞ്ചിൻ്റെ കുറവും കൂടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ താഴെ ഇതുപോലെ ഒരു 3 ലൈനായിട്ട് നമ്മൾ ചെറിയ ഡിസൈൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾക്ക് കളർ കോമ്പിനേഷൻ എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ ഏത് കളറാണ് നമ്മൾക്ക് താഴെ ഭാഗത്തേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ആദ്യം തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ മീതെ കൂടെ നമ്മൾ സെൻറ്ററിൽ വെക്കുന്ന പീസ് നിവർത്തി വെച്ചിട്ട് ഇതുപോലൊരു കുറച്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ചേർത്ത് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളൊരു 1/2 ഇഞ്ച് പുറമേ കാണുന്ന രീതിയിൽ, അടിയിലത്തെ പീസ് പുറമേ കാണുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് വെക്കുന്ന പീസ് നമ്മൾ ഇതിൻ്റെ മീതെ കൂടെ തന്നെ വെച്ചിട്ട് കുറച്ച് നടുവിലേക്കായിട്ട് നമുക്ക് 1/2 ഇഞ്ച് മാത്രം പുറമേ കണ്ടാൽ മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ പീസ് വെച്ച് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും. ഇനി ലാസ്റ്റ് വെച്ച പീസും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് അതിൻ്റെ അടിയിലുള്ള പീസ് ഒരു 1/2 ഇഞ്ച് ഭാഗം പുറമേ കാണുന്ന രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, ഒരു 1/4 ഇഞ്ചിന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ എക്സസ് ആയിട്ടുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ തെയ്യത്തുമ്പിൻ്റെ തയ്ച്ച ആ ഭാഗത്തുനിന്നും ചെറിയൊരു എന്താ പറയുക, ഒരു 1/4 ഇഞ്ചിൻ്റെയും താഴെ മാത്രം ഡിസ്റ്റൻസ് ഇട്ടിട്ട് ബാക്കിയുള്ള നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്ലീവ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോത്തിൽ ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തെയ്യത്തുമ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് മറിച്ചിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു മേൽത്തയ്യലും കൂടെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്ലീവ് ഡിസൈൻ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഓൾ ബട്ടൺ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.